ഇന്നത്തെ വീഡിയോക്കകത്ത് കാണിക്കുന്നത് അഴീക്കൽ ബീച്ചാണ്. കരുനാഗപ്പള്ളി, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിലെ അഴീക്കൽ ബീച്ചാണ്. വളരെ പ്രശസ്തമായ, ഇപ്പം കറൻ്റ്ലി വളരെ ഡെവലപ്പ്ഡായ, ടൂറിസ്റ്റുകളൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ ഡെവലപ്പായിട്ടുള്ള ഒരു ബീച്ചാണ് അഴീക്കൽ ബീച്ച്. ഏകദേശം കരുനാഗപ്പള്ളിയിൽ നിന്ന് മാത്രമേ 12 കിലോമീറ്ററോളം നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടി വരും. ഇന്നത്തെ യാത്ര ഫാമിലിയോടൊപ്പമാണ്. മോളുണ്ട്, വൈഫുണ്ട്. രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി. ഇത് കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡാണ്, KSRTC സ്റ്റാൻഡാണ്. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡിൻ്റെ ഹൈവേയുടെ പണി നടക്കുന്നത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഡ്രൈവിങ്ങൊക്കെ. എല്ലാ വാഹനങ്ങളും ഒരുമിച്ച് തിരക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുക. വൺ വേ സംവിധാനങ്ങളൊന്നുമില്ല, എല്ലാം പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്കിവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് വേണം അഴീക്കൽ റോഡിലേക്ക്, പണിക്കരക്കടവ് റോഡിലേക്ക് കയറാൻ. ട്രാഫിക് സംവിധാനങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് വളരെ തിക്കും തിരക്കുമൊക്കെ പെട്ടാണ് പോകുന്നത്. ഇവിടെ ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് റോഡിൻ്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് ട്രാഫിക്കൊന്നുമില്ല. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ്. ഏകദേശം പണിക്കരക്കടവ് പാലത്തിൻ്റെ അടുത്തേക്ക് എത്താറായി. ആ റോഡ്, ആ പാലത്തിൻ്റെ ഭാഗമാണ് കാണിക്കുന്നത്. ഈ പാലം കഴിഞ്ഞ് ചെന്ന് കയറുന്നത് നമ്മൾ അഴീക്കലിലോട്ടുള്ള, അഴീക്കൽ തീരത്തോട് ചേർന്നുള്ള റോഡാണ്. അഴീക്കൽ കടൽ തീരത്ത് എന്നുള്ള ആ സൈഡിനോട് ചേർന്നുള്ള റോഡാണ്. നല്ല രസമാണ്. വളരെ രസകരമായിട്ടുള്ളൊരു യാത്രയായിരിക്കും, രസകരമായിട്ടുള്ളൊരു അനുഭവമായിരിക്കും. അതിൻ്റെ കടൽ തീരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന റോഡ് മനോഹരമായൊരു യാത്രയാണ്. വൈകുന്നേരമാണ്, വലിയ ചൂടൊന്നും ഈ സമയത്തില്ല. നമുക്ക് വളരെയധികം എൻജോയ്മെൻ്റാണ്. ഇപ്പോൾ ഈ സൈഡ് കണ്ടുകൊണ്ട് കാറൊക്കെ ഒട്ടിച്ചു പോവുക. ഇന്ന് വർക്കിംഗ് ഡേ അല്ലാത്തത് കൊണ്ട് വലിയ തിരക്ക്, ബീച്ചിലേക്ക് വരുന്ന വലിയ തിരക്കൊന്നുമില്ല. അതുകൊണ്ട് പക്ഷേ എന്നാലും ഇവിടെ എത്തിപ്പെടണം. പാർക്കിംഗ്, ഇവിടുത്തെ ബീച്ചിൻ്റെ പാർക്കിങ്ങാണ്. അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ബീച്ചിലെത്തിക്കഴിഞ്ഞു. ബീച്ചിലെത്തിയപ്പോഴാണ് ആൾക്കാർക്ക് ഒരുപാടുണ്ട് എന്നും ബോധ്യപ്പെട്ടത്. അതുവരെ നമ്മൾ അധികം ആൾക്കാരെയൊന്നും, അങ്ങോട്ട് പോകുന്ന ആൾക്കാരെയൊന്നും കണ്ടതുമില്ല. പക്ഷേ ഇവിടെ എത്തിയപ്പം ധാരാളം ആളുകൾ. ഇപ്പം എല്ലാ ദിവസവും, പണ്ടൊക്കെയാണെങ്കിൽ സൺഡേ അല്ലെങ്കിൽ ഹോളിഡേ ഡേയ്സിൽ മാത്രമേ ആളുകളുണ്ടായിരുന്നുള്ളൂ. ഇപ്പം എല്ലാ ദിവസവും ആൾക്കാരുണ്ട്. അതുകൊണ്ട് മനോഹാരിത ഉണ്ടല്ലേ കടൽ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, കടലിൽ നിന്നും 1 കിലോമീറ്റർ ഉള്ളിലോട്ട് ഈ വരമ്പുണ്ട്. കടൽ പാറ കൊണ്ടുണ്ടാക്കിയൊരു വരമ്പ്. ആ വരമ്പിൻ്റെ ഉള്ളിൽ ചെന്നിട്ട്, അതായത് കടലിൻ്റെ ഒരു ഉള്ളിലോട്ട് മാറി വരെ നമുക്കിത് ഫോട്ടോ എടുക്കുവാനും, കടലിൻ്റെ ആഴവും പരപ്പും അതേപോലെ തന്നെ അതൊരു വല്ലാത്ത വൈബാണ്. അതവിടെ വന്ന് യാത്ര അവിടെ എത്തിച്ചേർന്ന ആൾക്കത് പറഞ്ഞാൽ മനസ്സിലായുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ട് താല്പര്യമുള്ളവർ വരണം. അത്യാവശ്യം നല്ല, നമുക്ക് ഏതൊരു കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസിൽ വരുന്നത് പോലെ തന്നെ വളരെ എൻജോയബിളായിട്ടുള്ളൊരു സിറ്റുവേഷൻസ്, ഒരു അറ്റ്മോസ്ഫിയർ അവിടെ നമുക്ക് കിട്ടും മാക്സിമം. അപ്പോൾ ഇന്ന് ഈ വീഡിയോ കാണുന്ന കൊല്ലം ജില്ലയിലല്ലാത്ത ഒരുപാട് ആളുകൾ കാണുന്നുണ്ടായേക്കാം. അപ്പോൾ അവർക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ബീച്ചാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബീച്ചാണ്. കാരണം കടലിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ റോഡ് വഴി ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റും. അതാണ് എൻ്റെ ഏറ്റവും വലിയ വൈബ്. അതങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അഴീക്കൽ ബീച്ചിലേക്ക് വരാം. അത് നമുക്ക് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരെ, കച്ചവടക്കാരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ രസമാണ്. നമ്മൾ യാത്രകൾ ചെയ്ത് ശീലിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം. നമുക്ക് ഒരുപാട് അറിവും അതേപോലെ തന്നെ മനസ്സിന് ഒരുപാട് സന്തോഷമൊക്കെ നൽകുന്ന യാത്രകൾ ചെയ്ത് ശീലിക്കുക. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ലക്ഷ്യം വെക്കുന്നത് തന്നെ. ഒരുപാട് യാത്രകൾ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും. ഒരു പുസ്തകം വായിക്കുന്നതിന് തുല്യമായിട്ടുള്ള അറിവുകൾ നമുക്ക് യാത്രകളിലൂടെ ലഭിക്കും. പല ആൾക്കാരെ കണ്ടുമുട്ടാനും പരിചയപ്പെടുവാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ് യാത്രയുടെ ഗുണം. അതുകൊണ്ടാണ് കണ്ടില്ലേ, ഇത്രയും നല്ലൊരു സുന്ദരമായൊരു ഈവനിങ് നിങ്ങൾ ജീവിതത്തിൽ കണ്ടുകാണത്തില്ല. ഇത്രയും സുന്ദരമായിട്ട് അഴീക്കൽ ബീച്ചിൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. വേണ്ട അതിൻ്റെ ഒരു പച്ചപ്പും, കടലിൻ്റെ ഒരു പച്ചപ്പും, അതേപോലെ തന്നെ പാലവും ആളുകളും കുതിരയുടെ സംവിധാനം, കുതിര സവാരിയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമുള്ളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ചാച്ചു ഭയങ്കര
സന്ധ്യയിൽ ഏറ്റവും കൂടുതൽ ഇത് ആഘോഷിച്ചത് ചാച്ചു കിടന്ന് ഓടുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുകയാണ്. പിടിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള സൈസ് ബൈക്കുകളൊക്കെ ഉണ്ട്, ബീച്ച് ബൈക്കുകളൊക്കെ നമുക്ക് യാത്ര ചെയ്യാം. അവർ കൂടെ നിൽക്കും. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഒട്ടിച്ചിട്ട് പോകും, ഇല്ലെങ്കിൽ അവർ കൂട്ടിരുത്തി ഒട്ടിച്ച് നമ്മളെ കൊണ്ടുപോയിക്കോളും. ചെറിയ റേറ്റൊക്കെ ഉള്ളൂ. വളരെ മനോഹരമായ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ് മീറ്റർ ബീച്ച്. എല്ലാവരും